എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അങ്ങനെ പറഞ്ഞു തീരും മുമ്പ് അടുത്ത പെരുന്നാളും ഇങ്ങ് എത്തിയല്ലേ. ഇത്തവണയും നമുക്ക് ഷോപ്പിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാല്ലേ. ആദ്യം തന്നെ ഷൂ വാങ്ങി തുടങ്ങാണ് കേട്ടോ. കാല് മുതൽ മുടി വരെ നമ്മൾ പെരുന്നാളാകുമ്പോൾ സെറ്റ് ആക്കണമല്ലോ അല്ലേ. അതുകൊണ്ടൊന്നും അല്ല കേട്ടോ, ഷൂ ഓൾറെഡി നാശമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ അതേ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണമൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അതിൽ നിന്നൊന്നും അങ്ങ് എടുത്തു കേട്ടോ. പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പെരുന്നാളിന് നമ്മൾ ചുരിദാറല്ലേ എടുത്തത്. ഈ പെരുന്നാളിന് അതൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഫസ്റ്റിൽ കയറിയ ഷോപ്പിൽ നിന്ന് തന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പക്ഷേ ബാക്കിയുള്ള ഷോപ്പിലെ കളക്ഷൻസും എല്ലാം നമ്മൾ കണ്ടിരിക്കണമല്ലോ, എന്നാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ അതേ 2 ദിവസം എടുത്ത് എല്ലാ ഷോപ്പും കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആദ്യം കയറിയ ഷോപ്പിൽ പോയി ആദ്യം കണ്ട അതേ ഡ്രസ്സ് തന്നെ വാങ്ങിയിട്ട് പോന്നേ. എൻ്റെ കുട്ടിക്കാല ഹാപ്പിനെസ്സുകളിൽ മെയിൻ ഐറ്റമാണ് കേട്ടോ ഈ വളമാല കമ്മലൊക്കെ. ഇപ്പോഴും അത് വാങ്ങിച്ചില്ലെങ്കിലും ആ സെക്ഷൻ ഒന്ന് വിസിറ്റ് ചെയ്താലേ ഈ ഷോപ്പിംഗ് കംപ്ലീറ്റ് ആവുള്ളൂ. അതൊക്കെ കാണുമ്പം ഉപയോഗിച്ചില്ലെങ്കിലും എന്തോ ഒരു സന്തോഷമാണ് കേട്ടോ ഇപ്പോഴും. അങ്ങനെ ഞങ്ങളുടെ കുട്ടി ഷോപ്പിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ഷോപ്പിംഗ് തന്നെ ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ കുറച്ചധികം പേര് വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ നേരെ സലൂണിൽ പോയി മുടിയൊക്കെ വെട്ടി വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ വാങ്ങിച്ച ഓരോ സാധനങ്ങളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഇതിന് ശേഷം വേണം ഇതൊക്കെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ, സൈസ് മാറ്റാൻ. ഷോപ്പിംഗ് പറഞ്ഞിട്ടുള്ളതാണല്ലോ ഇതൊക്കെ. ഇത്തവണത്തെ പെരുന്നാളിന് എനിക്ക് മെയിലാഞ്ചി ഇട്ട് പഠിക്കാൻ ഒരു കൈ കൂടി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഉമ്മച്ചിയുടെ കൈയാണ് കേട്ടോ. നല്ലപോലെ വെച്ച് തന്നു. അത്യാവശ്യം നല്ലപോലെ ഇട്ട് കൊളാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കൈ ഇടാൻ തുടങ്ങിയിട്ടുണ്ടേ. പെരുന്നാളെന്ന് പറയുമ്പോൾ മെഹന്തി നിർബന്ധമാണ് കേട്ടോ. ഇതിൻ്റെ മെയിലാഞ്ചി ചുവപ്പും സ്മെല്ലും ഒക്കെ പുത്തൻ ഡ്രസ്സിലും വീട്ടിലും ഒക്കെ അങ്ങ് നിറഞ്ഞ് നിൽക്കണം കേട്ടോ. എങ്കിലേ അതൊരു കംപ്ലീറ്റ് ആവുള്ളൂ ആ ദിവസം. മോർണിംഗിൽ ഇതേ ഈ ഒരു ഡ്രസ്സ് ഇടാനാണ് വിചാരിക്കുന്നത്. വീട്ടിൽ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇത്തവണത്തെ നമ്മുടെ പെരുന്നാൾ ഇതേ തറവാട്ടിലാണല്ലോ. അങ്ങനെ ഉമ്മച്ചിയെ സഹായിക്കാനായി രാവിലെ തന്നെ അവിടെ എത്തിയതാണ്. പക്ഷേ ഉമ്മച്ചി ഓൾറെഡി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പായസവും ദം ബിരിയാണിയും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിലും കുക്കിങ്ങിൽ ഉമ്മച്ചിക്ക് ഞങ്ങളുടെ ഹെൽപ്പൊന്നും ആവശ്യമില്ല കേട്ടോ. എല്ലാ ആളും ഒറ്റക്കാണ് ചെയ്യാറുള്ളത്. അങ്ങനത്തെ ഫുഡ് അടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീടൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്കിതേ പുറത്തോട്ട് കറങ്ങാൻ പോയാലോ. ആദ്യം തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ വെച്ച് നമ്മുടെ ഈദ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. കാരണം അവളുടെ വീട്ടിൽ വെച്ച് ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി. പിന്നത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ അതൊക്കെ പോട്ടല്ലേ. ആൾ നല്ല അടിപൊളി മന്തിയും ചിക്കൻ ഫ്രൈയും സലാഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവസാനം അവളുണ്ടാക്കിയ പായസം കൂടി കുടിച്ചിട്ടാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിലും നമ്മളെപ്പോലെ പറയാതെ വരുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ടാണല്ലോ പെരുന്നാൾ ദിവസം ഇതുപോലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നതല്ലേ. അങ്ങനെ ഊരുതണ്ടലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴായിരുന്നു ട്വിസ്റ്റ്. ഒരു അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ് വരുന്നുണ്ടെന്ന്. അങ്ങനെ അതേ നേരെ ഡ്രസ്സ് മാറി കിച്ചണിലോട്ട് കയറി കുക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറച്ച് ഐറ്റംസൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പെരുന്നാൾ ദിവസം നമ്മൾ വീട്ടിൽ വരുന്ന ഗസ്റ്റിന് ഫുഡ് പാർസൽ വാങ്ങി കൊടുക്കുന്നത് ഒരു ശരിയായ കാര്യമല്ലല്ലോ. അതുകൊണ്ടാണ് കുക്ക് ചെയ്യാമെന്ന് കരുതിയത്. ഉമ്മച്ചി കുക്കിങ്ങിൽ ഭയങ്കര ഫാസ്റ്റാണ്. ഞാനാണെങ്കിൽ ഭയങ്കര സ്ലോയും. അതുകൊണ്ട് ഇവിടുത്തെ ഉമ്മച്ചിയുടെ കൈയാളാണ് കേട്ടോ ഞാൻ. ഇതെല്ലാം ആൾ കുറഞ്ഞ സമയം കൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ഉണ്ടാക്കിയതാണ്. നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കുറുമ, ഫിഷ് ഫ്രൈ, ഉമ്മച്ചിയുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കണ്ണിമാങ്ങ അച്ചാറുണ്ടായിരുന്നു. ഉമ്മച്ചിയുടെ സ്പെഷ്യലാണ് കേട്ടോ അത്. പിന്നെ നല്ല ബീഫ് വരട്ടിയതും പത്തിരി, കുറച്ച് KFC കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയൊക്കെയാണ് ഞങ്ങൾ ആ ഗസ്റ്റിന് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങളുടെ ഈദ് ഡേ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എന്തൊക്കെയാണ് ഈദ് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതോടുകൂടി ഞങ്ങളുടെ പെരുന്നാൾ വിഭവങ്ങളൊക്കെ ഇവിടെ കഴിയുകയാണ്. പെരുന്നാൾ ദിവസം ഈ ഒരു മധുരം കൂടെ കഴിച്ച് നമുക്കങ്ങ് അവസാനിപ്പിക്കാമല്ലേ. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ.